ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കരദാസും N വിജയകുമാറും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. ഇന്ന് ഹാജരാകണമെന്ന് കാണിച്ച് ഇരുവർക്കും SIT നോട്ടീസ് നൽകിയിരുന്നു. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇരുവരും അസൗകര്യം അറിയിച്ചത്. അമൽ തേനംപറമ്പിൽ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനായി. അമൽ, ഇരുവരും ഇന്ന് ഹാജരാകില്ല, ആരോഗ്യ കാരണങ്ങൾ ഉണ്ടെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? രണ്ടുപേരോടും ഹാജരാകാൻ ആവശ്യപ്പെട്ട നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതിനാൽ തന്നെ ഹാജരാകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അല്ല എങ്കിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായി ഇവർക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളെല്ലാം ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയും എന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എന്തായാലും എത്തില്ല എന്നുള്ള കാര്യം അവർ അറിയിച്ചിരിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചായതിനാൽ തന്നെ ഒരു ഇളവ് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ നിർണായകമായ വിവരങ്ങൾ നൽകേണ്ട രണ്ടാളുകളാണ്. ഈ സ്വർണ്ണ ബോർഡിൽ നിന്നും പോയ സമയത്തടക്കം അവിടെ പ്രധാന സാന്നിധ്യമായി ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നോട്ടുള്ള നീക്കങ്ങളിൽ നിർണായകമായി മാറേണ്ട കാര്യങ്ങളാണ്. അതിനാൽ അവരുടെ സാന്നിധ്യം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എന്തായാലും അവർ എത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണ സംഘത്തിന് മുന്നിലാണ് എങ്കിൽ പലവിധ വിഷയങ്ങൾ മുന്നിലേക്ക് വരുന്നു. ഈ ഡി മണിയെ പോലുള്ള ആളുകളുടെ പേരടക്കം മുന്നോട്ട് വരുന്നതോടുകൂടി അവർക്ക് ഈ അന്വേഷണത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഏത് തരത്തിൽ ഇനി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് പലവിധ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്തായാലും നിലവിൽ ഇവർ രണ്ടുപേരും ഹാജരാകില്ല എന്നുള്ള വിവരമാണ് അറിയിച്ചിരിക്കുന്നത്. ഇവർ ഹാജരായാൽ ഇവരുടെ പക്കൽ നിന്നും നിരവധി വിവരങ്ങൾ ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഈ പറയുന്ന രണ്ടാളുകൾക്കും ഈ സ്വർണ്ണ ബോർഡിൽ നിന്നും പോയ സമയത്തടക്കം അതിലെ പല കാര്യങ്ങളും അറിയാമായിരുന്ന ആളുകളാണ്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടക്കം അടുത്ത ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന ആളുകളാണ് എന്നുള്ളതാണ് SIT കണക്കാക്കുന്നത്. അതിനാൽ തന്നെയാണ് ഇവരെ വിളിച്ചു വരുത്തുന്നത്. ശങ്കരദാസിൻ്റെ അടക്കം അറസ്റ്റ് എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യം നേരത്തെ തന്നെ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷേ ശങ്കരദാസിൻ്റെ ആരോഗ്യം അടക്കം കണക്കിലെടുത്തുകൊണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ അദ്ദേഹം അറിയിച്ചിരുന്നതാണ്. അതടക്കം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ അന്വേഷണ സംഘം ഒരു വിട്ടുവീഴ്ചയ്ക്ക് വിഷയത്തിൽ തയ്യാറാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. ശരി, രണ്ടാളും ഹാജരാകില്ല, ആരോഗ്യ കാരണങ്ങളെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഇളവ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിർണായക കാര്യങ്ങൾ ആണ് ഇവരിൽ നിന്നും ശേഖരിക്കാനുള്ളത്. അമൽ തേനംപറമ്പിലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.